കർത്താവിന്റെ കൃത്യൻ പാർക്കുന്ന ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയില് എളിയവനും സംബന്ധിപ്പാൻ ദൈവമായ കർത്താവ് നൽകിയ അനുഗ്രഹീതമായ നിമിഷങ്ങൾ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവസന്നിധിയില് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ചെറിയ വേദഭാഗം ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങൾ നമുക്ക്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചൊല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. സ്നേഹമേറിയും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ഒരു ചെറിയ വേദഭാഗം ഞങ്ങൾ ഇന്ന് വായിച്ചു. സ്വർഗത്തെ സ്ഥിരപ്പെട്ടിരിക്കുന്ന വചനമാണല്ലോ. സകലത്തെയും അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന കർത്താവേ, അവിടുത്തെ വചനം ജീവിപ്പിക്കുന്നതാണ്, ചൈതന്യം പകരുന്നതാണ്. ഞങ്ങളുടെ യഥാർത്ഥ അവസ്ഥകൾ വിവേചിച്ച് ഞങ്ങളെ പ്രകാരമുള്ളവരാണ് എന്ന് നന്നായിട്ട് വിവേചിച്ചു തരുന്നതാണല്ലോ വചനം. ഞങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, ചിന്തനങ്ങൾ, ഭാവങ്ങൾ എല്ലാം വിടുവിച്ച് ഞങ്ങളുടെ ആകത്തുക വെളിപ്പെടുത്തി ദൈവമേ ഞങ്ങൾ എപ്രകാരം അങ്ങയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യം തരുന്നതാണല്ലോ അവിടുത്തെ വചനം. അങ്ങയുമായിട്ടാണ് ഞങ്ങൾക്ക് കാര്യമുള്ളത്. ശാസനത്തിന്റെ കുടിയേറ്റ നീതിയായി മതിയായ തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തിരുവെഴുത്തും ദൈവശക്തി ഒരുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവന്റെ നിരൂപണങ്ങളോ വിചാരങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും ആകരുതേ. അവിടുത്തെ വായു പുറപ്പെടുന്ന വചനം തന്നെ അവിടുത്തെ ഇഷ്ടത്തെ സാധിപ്പിക്കുന്നതാണല്ലോ അപ്രകാരമുള്ള വചനം. അവിടുത്തെ ആത്മാവിനാൽ തന്നെ കരിഞ്ഞ് നൽകുമാറാകണമേ. ഓർക്കരുതേ, നിർത്തണമേ. പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിനത്തിൽ നാം ആയിരിക്കുകയാണല്ലോ. ഞാൻ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ ഇവിടെ ഇരുന്നപ്പോഴൊന്ന് ഓർത്തു. കർത്തദാസനെ ഞാൻ ആദ്യം പരിചയപ്പെട്ട കാര്യങ്ങളൊന്നും ഓർത്ത് കൂട്ടില്ല. ഞാൻ വിശ്വാസത്തിൽ വന്ന ദിവസത്തെ ഒന്ന് ഓർത്തപ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകതയുണ്ട്. 52 വർഷം മുമ്പ് ഇതേപോലെ ഒരു വൈകുന്നേര സമയത്ത് ഒരു പ്രാർത്ഥനാ മീറ്റിംഗ്, അതും ഒരു മാർച്ച് 24 1974 മാർച്ച് 24 വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. സ്തോത്രം. അപ്പോ 52 വർഷം തികയാണ് ഞാൻ കർത്താവിനെ കണ്ടെത്തിയിട്ട്. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വളർന്നു വന്ന വ്യക്തിയാണ്. അതിന്റെ ഭക്തിയിലൊക്കെ വളർന്നു വന്ന വ്യക്തിയാണെങ്കിലും ഞാൻ എന്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് ഞാനൊരു നിരീശ്വരവാദിയായി തീരുകയും അതെന്റെ ആ പ്രവർത്തനത്തിലേക്ക് മുന്നിട്ട് ഒക്കെ എന്റെ ജീവിതം വളരെ അന്ധകാര ഭരിതമായി തീർന്നൊക്കെ ഞാൻ ഓർക്കുകയാണ്. എന്നാൽ എന്റെ കർത്താവ് എന്നെ രക്ഷിപ്പാനായിട്ട് അത്ഭുതമായിട്ട് വഴികളെയൊക്കെ തുറന്നു. എനിക്ക് സീറോയായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു പുതിയ നിയമം നൽകുവാനിടയായി. അത് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് എന്നെ കർത്താവിലേക്ക് തിരിക്കുവാനിടയായത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. താൻ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്താ പറഞ്ഞത്? സത്യമറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള സത്യം എനിക്ക് ഗ്രഹിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വലിയ കരുണ കാണിച്ചു. അങ്ങനെയാണ് ഞാൻ കർത്താവിലേക്ക് കടന്നു വരാനിടയായത്. പ്രത്യേകിച്ച് യോഹന്നാൻ വിശേഷം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രയോഗങ്ങൾ, കർത്താവ് നേരിട്ട് ഇടപെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എന്നെ സ്വാധീനിപ്പാൻ ഇടയായിട്ടുണ്ട്. ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ വിശദാംശങ്ങൾക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയെ കർത്താവ് നേരിട്ട് സന്ദർശിക്കുന്ന ഒരു സന്ദർഭമാണ്. അത്
നാം കാണുന്നത് ഒരു ഉത്സവ ദിനത്തിലാണ് യേശു ഈ വ്യക്തിയെ കാണാൻ വരുന്നത്. ഈ വ്യക്തി നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിന്റെ വടക്ക് ഭാഗത്ത് കിഴക്ക് സൈഡിലായിട്ട് ഒരു കുളമുണ്ട്. ആ കുളത്തിന് പറയുന്ന പേര് ബെഥെസ്ദാ കുളം. അപ്പൊ അന്ന് അതിന്റെ 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ പലതരത്തിലുള്ള വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇത്യാദി ഒരു 4 വിഭാഗത്തിലുള്ള ജനം അവിടെ വന്ന് തമ്പടിച്ച് കഴിയുമായിരുന്നു. ഇതിനു വേണ്ടിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവദൂതൻ വന്ന് ആ വെള്ളം ഇളക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആളിന് സൗഖ്യം കിട്ടും. അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അത് അങ്ങനെ നോക്കി പാർക്കുന്ന രംഗമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ബെഥെസ്ദാ കുളമെന്ന് പറയുന്നത് ഒരു വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഒരു അന്തരീക്ഷം പോലെ നമുക്ക് എടുക്കാൻ കഴിയും. വിവിധ വ്യാധികൾ ബാധിച്ച പല ബാധകളുള്ളവരൊക്കെ അതിനകത്തുണ്ട്. അവിടേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. അവിടെ കടന്നു വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ച, അത് നമ്മൾ ആദ്യം വായിച്ചത് 6-ാം വാക്യത്തില് ഇങ്ങനെയാണല്ലോ. 38 വർഷമായിട്ട് രോഗം ബാധിച്ച് ഒരു വ്യക്തി കിടക്കുകയാണ്, തളർവാദ രോഗിയാണ്. ആ വ്യക്തിയെ താൻ കാണുന്നു. ഒന്നാമത് കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് വായിക്കുന്നത്. ഓർക്കണമേ, ഒരു കിടപ്പ് രോഗിയുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് എത്ര നാളായിട്ടാണ്? ധാരാളം കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. 38 വർഷം ഒരു വ്യക്തി ഇങ്ങനെ കിടക്കാന്ന് പറയുന്നത് ആ ഒരു അതിന്റെ ആ വേദന, അതിന്റെ ആ ഞരക്കം, അതിന്റെ നൊമ്പരങ്ങൾ എത്ര ആഴമുള്ളതാണ്. ആ വ്യക്തിയുടെ അടുത്തേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരികയാണ്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ്. ആ വ്യക്തിയെ വേണ്ടുമെന്ന് ഒന്ന് ശ്രദ്ധിക്കാനോ വേണ്ട തരത്തില് തനിക്കൊരു സൗഖ്യം ലഭിക്കാനോ തക്ക തരത്തില് ഒരു പരിഗണനയോ ആ നിലയിലുള്ള ഒരു മുൻഗണനയോ ഒന്നും തനിക്ക് ലഭിക്കുന്നില്ല. കാര്യം തന്റെ രോഗം എന്താണ്? പാരാലിസിസ് ആണ്, തളർന്നു കിടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് കടന്നു എന്നിട്ട് അവനെ കണ്ടു എന്നാണ് ഒന്നാമത് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് അവന് കാലമായിട്ട് അവിടെ കിടക്കുന്നു. അപ്പൊ ഇതുവല്ല യേശുവിന്റെ കാലം എന്ന് പറഞ്ഞോ? ഇല്ല. ശിഷ്യന്മാരും വല്ല മധ്യസ്ഥ അടച്ചുകൊണ്ട് വന്ന് കൂടി ഒന്നുമല്ല. കർത്താവ് ഇനിഷ്യേറ്റീവ് എടുത്ത് ആ വ്യക്തിയുടെ അടുത്തേക്ക് വരികയെ. അപ്പൊ വന്ന് അവനെ കാണുന്നു. 2, അവൻ എത്ര നാളായിട്ട് ഈ നൊമ്പരത്തിന് വേദനയായിരിക്കും എന്നുള്ളത് അതിന്റെ ഡെപ്ത്, അതിന്റെ ആഴമോ നന്നേ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? വളരെ ആശ്ചര്യകരമായ ഒരു ചോദ്യമാണ് അല്ലെ. ഇങ്ങനെ തളർന്ന് ആശയ്ക്ക് വകയില്ലാതെ ആശയറ്റ് കിടക്കുന്ന ഒരു വ്യക്തി എടുത്ത് കർത്താവ് വന്ന് പറയാണ്, നിനക്ക് മനസ്സുണ്ടോ? അവന്റെ മനസ്സ് ഈ 38 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാല് ഒരു കാര്യമായ ഒരു പ്രതീക്ഷ ഒന്നും പറയാനില്ല തനിക്ക്. കാര്യം എന്താ? ഇത്രയും നാള് കൊണ്ട് ഇങ്ങനെ ആശിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ഇനി കിട്ടുമോ? ആ പ്രതീക്ഷ വേണ്ടും വണ്ണം തന്നെ അങ്ങോട്ട് സജീവം ആയിട്ടുണ്ടോ? അതൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ വാക്കുകളാ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എല്ലാ തരത്തിലും വളരെ നിരാശനായിട്ട് പ്രതീക്ഷയില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തി എടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് എന്തുണ്ടോ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ആദ്യം ഒരു വ്യക്തിയോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്. അവന്റെ മനസ്ഥിതി, അവന്റെ ചിന്താഗതി, അവന്റെ കാഴ്ചപ്പാട്, ഹല്ലേലൂയ, അതിലേക്ക് ഹല്ലേലൂയ കർത്താവ് ഇറങ്ങിച്ചെല്ലുകയാണ്. സ്തോത്രം. അവൻ മനസ്സുകൊണ്ട് തന്നെ വിധിച്ച് കാണുമോ, ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം, 38 വർഷമായില്ലേ, ഇനി ഈ നിലയിൽ തന്നെ എന്റെ ജീവിതം അങ്ങ് തീർക്കാം. വേറെ പ്രതീക്ഷകളൊന്നും കാര്യമായിട്ട് അവൻ വെക്കുന്നില്ല. എന്നാൽ അങ്ങനെ എല്ലാ പ്രതീക്ഷകളും മങ്ങി ഇരിക്കുന്ന വ്യക്തിയെടുത്ത് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? ഓർക്കണമേ, ഒരു വലിയ ബന്ധത്തിൽ ഇവിടെ കിടക്കുകയാണ്. ഒരു ശരിക്കും പറഞ്ഞ ആദ്യം പരിശോധിച്ചു കഴിഞ്ഞാല് അത്യധികമാണ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് സ്തോത്രം, ഇവന്റെ മനസ്സിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സങ്ങ് ഒരു അങ്ങ് തഴമ്പിച്ച് ഹല്ലേലൂയ, സ്തോത്രം, അങ്ങ്
ഇനി വലിയ പ്രതീക്ഷ ഒന്നും പറ്റിയിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിൽ അങ്ങ് മാനസിക മണ്ഡലം അങ്ങ് വളരെ അങ്ങ് അതെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തെക്കാളും കൂടുതലും ഏത് മണ്ഡലമാണ് മനസ്സാണ്. അപ്പൊ പിശാച് ഏറ്റവും കൂടുതൽ നമ്മളെ ഹല്ലേലൂയ അറ്റാക്ക് ചെയ്യുന്ന ഒരു മണ്ഡലം ഏതെങ്കിലും നമ്മുടെ മനസ്സിനെ സ്തോത്രം. ദൈവത്തിന്റെ കരലിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, ദൈവിക ലക്ഷ്യങ്ങളിൽ നിന്ന്, ദൈവിക പദ്ധതികളിൽ നിന്ന് ഒക്കെ നമ്മളെ മാറ്റിയിട്ട് അവന്റെ ചിന്താഗതികളിലേക്ക് ആ വിചാരങ്ങളിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുപോയി മനസ്സിനെ ബന്ധിക്കുന്ന ഒരു വലിയ വ്യാപാരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മള് ലോകത്തേക്ക് നോക്കിയാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും മാനസികമായിട്ട് അവൻ ബന്ധിക്കും. എത്ര വലിയ ആത്മീയ എന്ന് പറഞ്ഞാലും ആ ആത്മീയനെ തന്നെ നമുക്ക് ബന്ധിക്കുന്ന കാണാനായിട്ട് കഴിയും. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ. ഏലിയാവ് വളരെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. സ്തോത്രം. അവര് ഏകനോ ആ ഒരു കാലഘട്ടത്തിൽ വളരെ നല്ല ഒരു പ്രാർത്ഥനാഭീരനായിട്ട് നിൽക്കുകയാണ് കർത്താവിന്റെ പ്രതിനിധി. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യില്ല. ചെയ്തില്ല. അത് മഴ പെയ്യുന്ന പറഞ്ഞില്ല കേട്ടോ. താൻ പറഞ്ഞിട്ട് മഴ വിചാരിക്കുന്നത്. പക്ഷെ ഇനി മഴ പെയ്യണമെങ്കിൽ ഞാൻ പറയണം. കർത്താവ് പറയാത്തൊന്നും കയറി പറയുന്ന ആളല്ല. ചെല്ലോട്ടോ, ഞാൻ പറയാത്തോണ്ടാ മഴ പെയ്യുന്നത്. അങ്ങനെയല്ല. ചിലർക്ക് അങ്ങനെ തീരുമാനം ആക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച കാര്യം മാത്രമേ പറയാവൂ. അപ്പോ നമുക്കറിയാം, കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് അവൻ ബാലിന്റെ പ്രവാചകന്മാരെ ഒക്കെ എന്ത് ചെയ്തു നമുക്കറിയാമല്ലോ, കൈകാര്യം ചെയ്ത് ഒന്നിനെതിരായിട്ട് ആ സമയത്താണ് ആര് ഇസ്രായേലിന്റെ ഒരു ദൂതൻ വരിക. തന്നെ ദൂതൻ വന്ന് പറയാണ്, നീ കൊന്ന ഈ പ്രവാചകന്മാരുണ്ടല്ലോ അവരുടെ പ്രാണനെ പോലെ അവരുടെ പ്രാണൻ നീ വിടിച്ചല്ലോ, അതേപോലെ നിന്നെ കൊല്ലുമെന്നുള്ള തരത്തില ഉള്ള ഒരു ഭീഷണിയുടെ ഒരു ദൂത് ആൽക്കൂടെ കിട്ടി. ആൽക്കൂടെ കിട്ടി ഇസ്രായേലിന്റെ ഒരു പ്രതിനിധിയിൽ നിന്ന് കിട്ടുക. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം ആത്മാവിനെ ബലപ്പെടുകയാണോ ചെയ്ത്? ഭയങ്കര വിലപ്രതി ചെയ്ത ആളാ. അവിടെ നിന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം തന്റെ കൂടെയുള്ള ബാല്യക്കാരനെ ഒരിടത്താക്കിയിട്ട് ഇയാൾ നേരെ വരൂരിട്ട് ഇരുന്ന് ചുരുത്തിയുടെ എടുത്താൽ മതി. ഇവിടെ വെച്ച് ഇത് പറഞ്ഞിട്ട് പുറത്ത് ഇരുന്ന് ഉറങ്ങി പോയാൽ അവിടെ അപ്പോണ്ട് ഭയങ്കര തത്വനിലയിൽ വലിയ ഉണർവിന്റെ പ്രവർത്തനമൊക്കെ ചെയ്ത വലിയ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഹല്ലേലൂയ. ഈ വ്യക്തിയെ ഈ നിലയിലാക്കുവാനായിട്ട് പിശാചിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഒരിക്കലും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് പിശാചിന്റെ തന്ത്രങ്ങളെയും അവന്റെ രീതികളെയൊക്കെ. അത് വളരെ കരുതലോടെ വേണം നമ്മൾ അത് കൈകാര്യം ചെയ്യണം. എന്നാൽ അവരങ്ങ് ഉറങ്ങിപ്പോയ സമയത്ത് അവന്റെ ദൂതൻ വന്നിട്ട് അവരെ തട്ടി കൊടുത്തിട്ട് പറയുക, നീ എഴുന്നേറ്റ് ഭക്ഷിക്കാതെ. അവിടെ എന്താണ്? ചുട്ട അടയും വെള്ളവും. അവര് എണീറ്റ് അത് കഴിച്ച് വീണ്ടും കിടന്നു. രണ്ടാമത് പറയും, കർത്താവ് ഉറക്കം കൊടുത്തവരെ അല്ലേ, രണ്ടാമത് ഉറങ്ങിയിട്ടു പിന്നെയും തട്ടിയത് പറയാ, എഴുന്നേറ്റ് ഭക്ഷിക്കുക. നിനക്ക് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം 40 ദിവസത്തെ യാത്രയുണ്ട്, ഭക്ഷിച്ചോളാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഭക്ഷിച്ചു. മക്കളെ, വഴിക്ക് വെച്ച് വേറെ ഒന്നും ആഹാരം കഴിക്കേണ്ടി വന്നത് ഈ കൊടുത്ത അടയും വെള്ളവും മതിയായിരുന്നു. അതിന് തക്ക തരത്തിലുള്ള കരുത്ത് ആഹാരം അതിനകത്ത് അടങ്ങിയിരുന്നു. നോക്കണമേ, പിശാച് മനസ്സ് അല്ലെ ഈ രീതിയിൽ മരവിപ്പിച്ച് ഈ രീതിയില് ദൈവവേലയിൽ നിന്നൊക്കെ പുറകോട്ട് വലിക്കത്തക്ക രീതിയില് വ്യാപരിച്ച രംഗത്ത് ദൈവം തന്റെ ദൂതനെ ഇറങ്ങി സജ്ജമാക്കിയിരുന്നു. ഇപ്പൊ ഓർക്കണമേ, 38 വർഷമായിട്ട് രോഗാതുരമായി കിടന്ന ഒരു വ്യക്തി മാത്രമല്ല ഇത് ബാധകം. എത്ര വലിയ ഒരു വ്യക്തിയും ദൈവദാസനും ഈ രീതിയിലുള്ള ബാധകൾ വിഷയമാണെന്ന് നമ്മൾ ചിന്തിച്ചത് വളരെ പേഷ്യസ് ആയിരിക്കണം, വളരെ കരുതൽ നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ
കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. കാര്യം നമ്മുടെ വേലയല്ല നമ്മൾ ചെയ്യുന്നത്, കർത്താവ്. ഞാൻ എന്റെ സഭയെ പണിയും കർത്താവാകാനൊക്കെയുള്ള ആളുകൾ തരുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുകയും യാതൊന്നും തീരുമാനം എടുക്കരുത്. ഇയാളെ ഇടയ്ക്ക് ഒരു തീരുമാനം മതി എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ നമുക്ക് അധികാരമുണ്ടോ? ഉടനെ എന്ത് ചെയ്യേണ്ടത്? കർത്താവിനെ ആശ്രയിക്കാൻ വേണ്ടത്. കർത്താവിന് പദ്ധതി, കർത്താവിന്റെ എല്ലാ തരത്തിലുള്ള വെപ്പൺസാ ഉള്ളത് അല്ലേ? ഏത് സൈനികന്റെ യഹോവ നമ്മൾ വായിക്കുന്നത് അല്ലേ? ഏത് തരത്തിലുള്ള പ്രതിസന്ധി, ഏത് തരത്തിലുള്ള ആയുധങ്ങളെയും നേരിടാനുള്ള എല്ലാ ഫാക്കൽറ്റിയും, എല്ലാ തരത്തിലുള്ള വെപ്പൺസ് ആരുടെ മക്കളുണ്ട്? നമ്മുടെ കയ്യിൽ ആരുടെയിലുണ്ട്? ദൈവത്തിന്റെ സഹായം എടുത്തോളിരുന്ന അവർ. അപ്പോ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ, നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് ഈ വെപ്പൺസ് ആണ്.